വർഷം 2016, സ്ഥലം ബംഗ്ലാദേശ്, തീയതി ഫെബ്രുവരി 6. ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് പതിവ് പോലെ 10 മണി മുതൽ പ്രവർത്തനം ആരംഭിച്ചു. തലേന്ന് ബാങ്ക് അവധിയായിരുന്നതിനാൽ കസ്റ്റമേഴ്സ് അന്നേ ദിവസം വളരെ കൂടുതലായിരുന്നു. ബാങ്ക് ആവശ്യത്തിനായി പ്രിന്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് ജോലിക്കാർ അക്കാര്യം മനസ്സിലാക്കിയത്. പ്രിന്റർ തകരാറിൽ ആയിരിക്കുന്നു. എന്തൊക്കെയോ ചില കാരണങ്ങളാൽ 2 ദിവസത്തിന് ശേഷമാണ് ആ പ്രിന്റർ നന്നാക്കിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ബാങ്ക് ഇടപാടുകളുടെ പ്രിന്റ് ഔട്ട് എടുത്തതും. ഓരോ ദിവസത്തെയും ഇടപാടുകളുടെ വിവരങ്ങൾ കൃത്യമായും സൂക്ഷ്മമായും പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ നടുക്കുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞു. ബാങ്ക് അറിയാതെ, എന്നാൽ ബാങ്കിലൂടെ വലിയൊരു സാമ്പത്തിക ഇടപാട് സംഭവിച്ചിരിക്കുന്നു. അതും ബാങ്ക് അവധിയായിരുന്ന 4-5 തീയതികളിൽ. 1-2 രൂപയല്ല, $81 മില്യൺ ഒറ്റയടിക്ക് ബാങ്കിന് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹം വിയർത്തുപോയി. ആരാണ് ഈ ചതി ചെയ്തത്? ബാങ്കിലെ ജോലിക്കാരോ അതോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോ? സൈബർ സാധ്യതകൾ ഇന്നത്തേതുപോലെ വികസിക്കുകയോ വളരുകയോ ചെയ്യാതിരുന്ന ഒരു കാലത്ത് വളരെ ആസൂത്രിതമായി നടത്തിയ ഈ ബാങ്ക് കൊള്ളയും അതിന്റെ പിന്നിലെ രഹസ്യങ്ങളും ഇന്നും ഉത്തരം കിട്ടാത്ത സമസ്യയാണ്. ആ ബാങ്ക് കൊള്ളയുടെ കഥയാണ് ഇന്നത്തെ ലോകം നടുങ്ങിയ നിമിഷങ്ങളിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബംഗ്ലാദേശ് കുറഞ്ഞ ഭൂവിസ്തൃതിയും ഉയർന്ന ജനസാന്ദ്രതയും ഉള്ള രാജ്യം. 1,48,460 ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശമുള്ള ബംഗ്ലാദേശിൽ അധിവസിക്കുന്നത് 17,30,00,000 ജനങ്ങളാണ്. ഇന്ത്യയുമായി 4,096 കിലോമീറ്റർ അതിർത്തി മേഖലയാണ് ബംഗ്ലാദേശിന് ഉള്ളത്. 1971 ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഇന്ത്യയുടെ വിയർപ്പിന്റെയും ഇന്ത്യൻ സൈനികരുടെ ചോരയുടെയും ചരിത്രം കൂടി ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. ധാക്കയിലാണ് ബംഗ്ലാദേശിന്റെ സെൻട്രൽ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും, അതായത് മറ്റ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക വിനിമയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഈ ബാങ്കിലൂടെയാണ് നടക്കുന്നത്. 10 നിലകളുള്ള ബാങ്കിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പ്രിന്റർ സ്ഥാപിച്ചിരുന്നത്. അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന ഈ റൂമിലേക്ക് എണ്ണം പറഞ്ഞ ആളുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫ്ലാഷ് ബാക്കിൽ നിന്ന് ഈ കഥ പറയാം. 2015 മെയ് ഫിലിപ്പൈൻസിലെ RCBC ബാങ്കിന്റെ ജൂപ്പിറ്റർ ബ്രാഞ്ചിൽ അന്ന് പുതിയതായി 4 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. പലരും പലവിധ ആവശ്യങ്ങൾക്കായി ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനാൽ അതിൽ അസാധാരണത്വം എന്തെങ്കിലും ഉള്ളതായി അന്നോ അതിന് ശേഷമോ ആർക്കും തോന്നിയില്ല. അതുപോലെ 4 അക്കൗണ്ടുകളിലേക്കും $500 വീതം നിക്ഷേപിച്ചപ്പോഴും വിശേഷിച്ച് ഒന്നും തോന്നിയില്ല. മാത്രവുമല്ല, ആ ബാങ്ക് അക്കൗണ്ടിൽ പിന്നീട് യാതൊരുവിധ ഇടപാടുകളും നടക്കാതിരുന്നപ്പോഴും അസ്വാഭാവികത അനുഭവപ്പെട്ടില്ല. എന്നാൽ 1 വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒരു ഭീമൻ ബാങ്ക് കൊള്ളയുടെ മുന്നോടിയായിട്ടായിരുന്നു ആ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചത് എന്നതായിരുന്നു സത്യം. ഫിലിപ്പൈൻസിലെ ആ 4 ബാങ്ക് അക്കൗണ്ടുകളും ബംഗ്ലാദേശിലെ ബാങ്കിൽ 2016 ഫെബ്രുവരി 6 നടന്ന തട്ടിപ്പും തമ്മിൽ എന്താണ് ബന്ധം എന്നതാണ് ഈ സംഭവകഥയുടെ പിന്നിൽ ഉയരുന്ന ചോദ്യം. ആ ചോദ്യം അവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് ബാങ്ക് കവർച്ച നടന്നുവെന്ന് തിരിച്ചറിഞ്ഞ ആ ദിവസത്തിലേക്കും ആ ബാങ്കിലേക്കും തിരികെ പോകാം. സ്വിഫ്റ്റ് സിസ്റ്റം വഴിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. ഇനി എന്താണ് സ്വിഫ്റ്റ് എന്ന് നമുക്ക് നോക്കാം. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫൈനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സ്വിഫ്റ്റ്. 1973 സ്ഥാപിതമായ സ്വിഫ്റ്റിന്റെ പ്രധാന ലക്ഷ്യം അതിർത്തി കടന്നുള്ള സാമ്പത്തിക വിനിമയം കാര്യക്ഷമമാക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നതാണ്. 200 രാജ്യങ്ങളിലായി 11,000-ൽ-അധികം സ്ഥാപനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് സുരക്ഷിതമായ ഈ ശൃംഖലയിലൂടെയാണ്.
ഒരു പേയ്മെന്റ് സംവിധാനമല്ല ഇത്, മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ ആരംഭിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള ഒരു ചാനലാണ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് നെറ്റ്വർക്കിലെ ഓരോ ധനകാര്യ സ്ഥാപനത്തെയും തിരിച്ച് അറിയുന്നതിനായി കോഡുകൾ ഉണ്ട്. ഈ കോഡ് മനസ്സിലാക്കിയാൽ മാത്രമേ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ കഴിയുകയുള്ളൂ. ബംഗ്ലാദേശ് ബാങ്കിന്റെ കോഡ് വഴിയാണ് ഈ കഥയിലെ ബാങ്ക് തട്ടിപ്പ് നടന്നതും. $951 മില്യൺ ബാങ്ക് അറിയാതെ ഇടപാട് നടത്താൻ ശ്രമിച്ചത് എങ്കിലും അതിൽ വിജയിച്ചത് $81 ബില്യൺ ഇടപാടുകൾ മാത്രമായിരുന്നു. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിലേക്ക് പണമിടപാട് സംബന്ധിച്ച ഒരു റിക്വസ്റ്റ് പോയിരിക്കുന്നതായി വിശദ പരിശോധനയിൽ ബംഗ്ലാദേശ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. എന്നാൽ ഇതാകട്ടെ അവരുടെ മനസ്സറിവോടെ ഉള്ളത് ആയിരുന്നില്ല. ഫെഡറൽ റിസർവ് ബാങ്കിലെ ചില അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിരുന്നു ഈ റിക്വസ്റ്റ് വന്നത്. $951 മില്യൺ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഈ റിക്വസ്റ്റ് ആര് കൊടുത്തു എന്ന് അറിയാതെ ബംഗ്ലാദേശ് ബാങ്ക് ഉദ്യോഗസ്ഥർ കണ്ണുമിഴിച്ചു നിന്നു. അത് എന്തായാലും റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാനായി അവർ ഉടൻ തന്നെ US ഫെഡറൽ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. റിവേഴ്സ് ട്രാൻസാക്ഷന് ശ്രമിച്ചുവെങ്കിലും അവിടെയും ഫലം തഥൈവ ആയിരുന്നു. ന്യൂയോർക്ക് റിസർവ് ബാങ്കുമായി ബംഗ്ലാദേശ് ബാങ്ക് അധികൃതർ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ ഒരു കാര്യം തീർച്ചയായി. 36 തവണയാണ് ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ റിക്വസ്റ്റ് പോയിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ ലഭിച്ചപ്പോൾ ന്യൂയോർക്ക് റിസർവ് ഫെഡറൽ ബാങ്കിന് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്ന് ബംഗ്ലാദേശിന് മനസ്സിലായി. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് തന്നെ സ്വിഫ്റ്റ് റിക്വസ്റ്റ് വന്നതിനാൽ ന്യൂയോർക്കിലെ ഫെഡ് ബാങ്കിന് അതിൽ സംശയിക്കത്തക്കതായി ഒന്നും തോന്നിയിരുന്നില്ല. ചില വിവരങ്ങൾ കൂടി അവർ ബംഗ്ലാദേശ് ബാങ്കുമായി പങ്കുവെക്കുകയും ചെയ്തു. 36 ബാങ്ക് റിക്വസ്റ്റുകളാണ് ബംഗ്ലാദേശിൽ നിന്നും ന്യൂയോർക്കിൽ എത്തിയത്. $951 മില്യൺ ആയിരുന്നു ട്രാൻസാക്ഷന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിൽ 30 എണ്ണവും ചില സാങ്കേതിക കാരണങ്ങളാൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ന്യൂയോർക്ക് ബാങ്കിന് സാധിച്ചിരുന്നില്ല. ബാക്കി വരുന്നതിലെ 101 മില്യൺ ട്രാൻസാക്ഷൻ ശ്രീലങ്കയിലെ NGO ആയ ഷാലിക ഫൗണ്ടേഷനിലേക്കാണ് പോയിരുന്നത്. ഒരു NGOയിലേക്ക് ഇത്രയധികം പണം ഒറ്റയടിക്ക് വരുന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ അപ്പോൾ തന്നെ ന്യൂയോർക്ക് ഫെഡ് ബാങ്കിന് തോന്നാതിരുന്നില്ല. പക്ഷേ ആ റിക്വസ്റ്റ് വിശ്വസനീയമായിരുന്നതിനാൽ കൂടുതൽ സംശയിക്കേണ്ടത് ഇല്ല എന്ന നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചത്. അതനുസരിച്ച് അവർ പണമിടപാട് നടത്താൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഒരു പ്രശ്നം ഉയർന്നു. ഷാലിക ഫൗണ്ടേഷന്റെ സ്പെല്ലിംഗിൽ തെറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് അവസാന നിമിഷം ബാങ്കുകാർ അതും വേണ്ട എന്ന് വെച്ചു. പിന്നെയുള്ളത് 4 റിക്വസ്റ്റ് ആണ്. അതുപ്രകാരം ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള $81 മില്യൺ ഉണ്ടായിരുന്നു. അത് ഫിലിപ്പീൻസിലെ RCBCയിലെ 4 അക്കൗണ്ടുകളിലേക്കായിരുന്നു. അതിൽ സംശയത്തിന്റെ തരി പോലും ഇല്ലാതിരുന്നതിനാൽ അവർ അത് വേഗം തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഇത്രയും വിവരങ്ങളാണ് ന്യൂയോർക്കിൽ നിന്ന് ബംഗ്ലാദേശ് ബാങ്കിന് ലഭിച്ചത്. ഫിലിപ്പീൻസിലെ RCBC ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അക്കാര്യത്തിലും പരാജയമായിരുന്നു ഫലം. ഇത്രയും ഡോളർ ട്രാൻസ്ഫർ ചെയ്യാൻ ഔദ്യോഗികമായി ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ ആരും റിക്വസ്റ്റ് നടത്തിയിട്ടില്ലാത്ത സ്ഥിതിക്കും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായി ഒന്നും കാണാതിരുന്നതിനാലും അവർ ഒരു നിഗമനത്തിലെത്തി. ബാങ്കിന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത ദിവസം ഫിലിപ്പൈൻസുമായി ബന്ധപ്പെടാൻ ബംഗ്ലാദേശിന് സാധിച്ചു. ട്രാൻസാക്ഷൻ അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിർത്തിവെക്കണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം പക്ഷേ ഫിലിപ്പൈൻസ് നിരാകരിക്കുകയായിരുന്നു. ഇത്രയും വലിയ ഒരു തുക ആയതിനാൽ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നായിരുന്നു ഫിലിപ്പൈൻസിന്റെ നിലപാട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഭീമമായ തുക ബാങ്കിൽ നിന്ന് അപഹരിക്കപ്പെട്ട കാര്യം അതുവരെയും ബംഗ്ലാദേശ് സർക്കാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബംഗ്ലാദേശ് ബാങ്കുമായി ബന്ധപ്പെട്ടവരിൽ മാത്രമായിരുന്നു ഇതുവരെ ഇക്കാര്യങ്ങൾ ഒതുങ്ങി നിന്നിരുന്നത്. പക്ഷേ കോടതി ഉത്തരവ് കിട്ടണമെങ്കിൽ ബംഗ്ലാദേശ് സർക്കാരിനെ അക്കാര്യം അറിയിച്ചേ മതിയാകൂ. ഒടുവിൽ ഇക്കാര്യം സർക്കാരിനെയും അറിയിക്കേണ്ടതായി വന്നു. വൈകാതെ ലോകം മുഴുവനും ഇക്കാര്യം അറിഞ്ഞു. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് വൻ തുക അപഹരിക്കപ്പെട്ടിരിക്കുന്നു, അതും സാങ്കേതിക വിദ്യയുടെ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ച്. അതോടെ ബംഗ്ലാദേശ് ബാങ്ക് വിമർശനങ്ങളുടെ കൂരമ്പുകളേറ്റ് പിടഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ തലപ്പത്തുള്ളവർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രാൻസാക്ഷൻ നിർത്തിവെക്കാനുള്ള കോടതി ഉത്തരവ് ലഭിച്ചത്. അത് കിട്ടി വന്നപ്പോഴേക്കും
ഫിലിപ്പൈൻസിലെ RCBC ബാങ്കിലെ 4 അക്കൗണ്ടുകളിലേക്ക്, അതെ, നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അത്രയും പണം വന്നിരുന്നു എന്ന് മാത്രമല്ല, അക്കൗണ്ട് ഉടമകൾ അത് പിൻവലിക്കുക കൂടി ചെയ്തിരുന്നു. പിൻവലിച്ച തുകയാകട്ടെ അവർ നിക്ഷേപിച്ചിരുന്നത് ചൂതാട്ട കേന്ദ്രങ്ങളിൽ ആയിരുന്നു. ചൂതാട്ട കേന്ദ്രങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ മായ്ച്ചു കളയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. പണം തിരിച്ചു കിട്ടില്ല എന്ന് ബംഗ്ലാദേശ് ബാങ്കിന് മനസ്സിലായി. ഇനി അറിയാനുള്ളത് ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചുവെന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്നും ആയിരുന്നു. അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് കേസന്വേഷണം ഏറ്റെടുത്തത്. വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SBI 1908 ജൂലൈ 26-നാണ് നിലവിൽ വന്നത്. ചാൾസ് ജോസഫ് ബോണപ്പാർട്ടയായിരുന്നു സ്ഥാപകൻ. ബംഗ്ലാദേശ് ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സംഭവങ്ങൾ ഓരോന്നും അതേപടി ആവർത്തിക്കാനും അതിനു പിന്നിലെ രഹസ്യങ്ങൾ കണ്ടെത്താനുമായിരുന്നു FBI ശ്രമിച്ചത്. ബാങ്കിലെ വിവിധ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും സംഭവങ്ങൾ റിക്രിയേറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ FBI ഒരു നിഗമനത്തിൽ എത്തി. ഇത് പെട്ടെന്നുണ്ടായ ഹാക്കിംഗ് അല്ല, ദീർഘനാളത്തെ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ഈ ഹാക്കിംഗ് വിജയിപ്പിച്ച് എടുത്തിരിക്കുന്നത്. അതിന് പിന്നിൽ ഉള്ളത് സമർത്ഥരായ സൈബർ കുറ്റവാളികളാണ്. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്ന് സ്വിഫ്റ്റ് റിക്വസ്റ്റ് പോയത് വ്യാഴാഴ്ച രാത്രിയിൽ ആയിരുന്നു. ഈ സമയം ന്യൂയോർക്കിൽ വ്യാഴാഴ്ച പകലായിരുന്നു. വെള്ളി ശനി ദിവസങ്ങൾ ബാങ്കിനെ സംബന്ധിച്ച് അവധി ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് ഹാക്കേഴ്സ് നടത്തിയ ഈ റിക്വസ്റ്റിനെ കുറിച്ച് ബാങ്കുകാർ അറിയുന്നുണ്ടായിരുന്നില്ല. വെള്ളി ശനി ദിവസങ്ങളിലെ അവധിക്ക് ശേഷം ഞായറാഴ്ച ബാങ്കിൽ എത്തിയപ്പോഴാണ് ബംഗ്ലാദേശ് ബാങ്കുകാർ ഇതേക്കുറിച്ച് അറിയുന്നത്. അവർ ഉടനെ തന്നെ ന്യൂയോർക്ക് ഫെഡുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അമേരിക്കയിൽ സ്വാഭാവികമായും ഞായറാഴ്ച അവധിയായത് വിവരങ്ങൾ കൈമാറുന്നതിന് തടസ്സം സൃഷ്ടിച്ചു. പിറ്റേന്ന് തിങ്കളാഴ്ചയാണ് ബംഗ്ലാദേശിന് ന്യൂയോർക്കുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചത്. ന്യൂയോർക്ക് കൈമാറിയ വിവരം അനുസരിച്ചാണ് പണം ഫിലിപ്പീൻസിലേക്കാണ് കൈമാറിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഫിലിപ്പൈൻസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അന്നേ ദിവസം അവർക്കവിടെ അവധി ദിനം ആയിരുന്നതിനാൽ ആ ശ്രമവും പരാജയപ്പെട്ടു. ഇങ്ങനെ സ്വാഭാവികമായി സംഭവിച്ച കാലതാമസമാണ് ബംഗ്ലാദേശ് ബാങ്ക് കൊള്ളയുടെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെയും സാഹചര്യങ്ങളെയും കണ്ടെത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ചത്. എന്നാൽ ഈ കാലതാമസം കുറ്റവാളികൾ ആസൂത്രിതമായി ചെയ്തതായിരുന്നു എന്നതാണ് സത്യം. ബംഗ്ലാദേശിലെ അവധി ദിവസങ്ങളും ന്യൂയോർക്കിലെ അവധി ദിവസങ്ങളും ഫിലിപ്പൈൻസിലെ അവധി ദിവസങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവർ ഹാക്കിങ്ങിന് പ്രസ്തുത ദിവസങ്ങൾ തിരഞ്ഞെടുത്തത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന ബംഗ്ലാദേശ് ബാങ്കിലെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്നതിന്റെ പിന്നാലെയായി FBI-യുടെ അന്വേഷണം. സ്വിഫ്റ്റ് സിസ്റ്റവുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെടുക എന്ന് ഉദ്യോഗസ്ഥർ എത്ര തലപുകഞ്ഞാലോചിച്ചിട്ടും വ്യക്തമായില്ല. ഒടുവിൽ ആ രഹസ്യം കണ്ടെത്തിയപ്പോൾ ഹാക്കർമാരുടെ കുതന്ത്രങ്ങൾ ഓർത്ത് തലയിൽ കൈവയ്ക്കാനേ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞുള്ളൂ. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഹാക്കേഴ്സ് ബംഗ്ലാദേശ് ബാങ്കിനെ ലക്ഷ്യം വെച്ചിരുന്നു. ഈ ബാങ്കിലെ പണം അപഹരിക്കുക എന്നതിനെ കുറിച്ച് ദീർഘനാളായി അവർ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആലോചനയ്ക്ക് ഒടുവിലാണ് അവർക്ക് വ്യക്തമായ ഒരു വഴി തെളിഞ്ഞു കിട്ടിയത്. ബംഗ്ലാദേശ് ബാങ്കിലേക്കുള്ള പുതിയതായിട്ടുള്ള ജോലി നിയമനത്തിന്റെ രൂപത്തിലായിരുന്നു അത്. ഒരു ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിരവധി പേരാണ് അപേക്ഷകൾ അയച്ചത്. ഉദ്യോഗാർത്ഥിയായ റാസൽ അലാം എന്ന വ്യക്തിയുടെ ആപ്ലിക്കേഷനൊപ്പം ഒരു സിപ്പ് ഫയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്റെ സിസ്റ്റത്തിൽ ഇരുന്ന് ഈ ഫയൽ ഓപ്പൺ ചെയ്തപ്പോൾ പ്രത്യേകമായി അതിൽ ഒന്നും കണ്ടിരുന്നില്ല. എന്നാൽ അതിൽ ചില മാൽവെയേഴ്സ് ഉണ്ടായിരുന്നു. ഹാക്കേഴ്സ് നിർമ്മിച്ച മാൽവെയേഴ്സ് ബാങ്ക് ഉദ്യോഗസ്ഥൻ പോലും അറിയാതെ അയാളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയായിരുന്നു. ഒരു ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ പലതും നെറ്റ്വർക്കിലൂടെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുപോലെ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്ത ഓഫീസറുടെ കമ്പ്യൂട്ടറുകളിലൂടെ മറ്റ് കമ്പ്യൂട്ടറുകളിലേക്കും ഹാക്കേഴ്സിന് ആക്സസ് കിട്ടുകയായിരുന്നു. അതിന്റെ ഫലമായി ഏറ്റവും ഒടുവിൽ പ്രധാനപ്പെട്ട സ്വിഫ്റ്റ് കമ്പ്യൂട്ടറിലേക്കും പ്രിന്ററിലേക്കും വളരെ വളരെ സാവധാനമായിരുന്നു അവർ ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് എത്തുമ്പോൾ മാൽവെയറുകൾ നിർവീര്യമാക്കാനും ഹാക്കേഴ്സിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഇതൊന്നും കണ്ടെത്താനും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം.
സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഏത് വിവരവും അപ്പോൾ തന്നെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്റർ ബാങ്കിൽ ഉള്ളതായിരുന്നു ഹാക്കേഴ്സിന്റെ മുന്നിലെ മറ്റൊരു വെല്ലുവിളി. ഒടുവിൽ പ്രിന്ററിന്റെ സോഫ്റ്റ്വെയർ ഹൈജാക്ക് ചെയ്യാനും അവർക്ക് സാധിക്കുകയുണ്ടായി. സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് നേരിട്ടാണ് പ്രിന്റർ പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രിന്റർ ഹൈജാക്ക് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പ്രിന്ററിന്റെ പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പ്രിന്റ് അടിച്ചു വരുമ്പോഴും അതിലെ അക്ഷരങ്ങൾക്ക് തെളിച്ചം ഉണ്ടായിരിക്കുകയില്ല എന്നത് മാത്രമല്ല, പേജ് നമ്പറും കാണിക്കുകയില്ല. തന്മൂലം പ്രിന്റർ തകരാറിലാണെന്ന് ഏതൊരു ആൾക്കും തോന്നുകയുള്ളൂ. FBI-യുടെ അടുത്ത ഘട്ട അന്വേഷണം ഫിലിപ്പീൻസിൽ ആയിരുന്നു. അവിടുത്തെ ബാങ്കിലെത്തി അവർ വിവരങ്ങൾ ശേഖരിച്ചു. വ്യാജ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്കാണ് അവർ പണം കടത്തിയതെന്ന് FBI മനസ്സിലാക്കിയെങ്കിലും ഈ ഹാക്കിങ്ങിന്റെ പിന്നിൽ ആരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പരിശോധനയിൽ അവർ സംശയാസ്പദമായി ഒരു IP അഡ്രസ് കണ്ടെത്തി. നോർത്ത് കൊറിയയുടെ IP അഡ്രസ് ആയിരുന്നു അത്. അന്വേഷണം വഴിതെറ്റിക്കാൻ അവർ മനഃപൂർവ്വം അങ്ങനെയൊരു IP അഡ്രസ് ഉപയോഗിച്ചത് ആയിരിക്കുമോ എന്നാണ് FBI ഉദ്യോഗസ്ഥർ ആദ്യം സംശയിച്ചത്. പക്ഷേ കൂടുതൽ അപഗ്രഥന വിധേയമാക്കിയപ്പോൾ കോഡിങ്ങിലും അവർ കൊറിയൻ ഭാഷ കണ്ടെത്തുകയുണ്ടായി. ഈ അന്വേഷണമെല്ലാം ചെന്ന് നിന്നത് ലാസറസ് എന്ന പേരിലുള്ള ഒരു അജ്ഞാത ഹാക്കിംഗ് ഗ്രൂപ്പിൽ ആയിരുന്നു. ലാസറസ് പ്രവർത്തിക്കുന്നതാകട്ടെ നോർത്ത് കൊറിയയിലും. നോർത്ത് കൊറിയയിൽ കയറി ഒരു അറസ്റ്റ് മറ്റ് രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. കാരണം മറ്റ് രാജ്യങ്ങളുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും പുലർത്തുന്നതിൽ താല്പര്യം കാണിക്കാത്ത രാജ്യമാണ് നോർത്ത് കൊറിയ. മാത്രവുമല്ല, അവർക്ക് അവരുടേതായ നിയമങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. ബംഗ്ലാദേശ് ബാങ്ക് മാത്രമല്ല, മറ്റ് പല ബാങ്കുകളും സമാനമായ രീതിയിൽ ഇവർ ഹാക്ക് ചെയ്തിട്ടുണ്ട്. സൈബർ ക്രൈമുകളിൽ ഭാഗവാക്കാകുന്ന ഉത്തര കൊറിയൻ ഹാക്കർമാരെ പൊതുവെ വിളിക്കുന്ന പേര് ലാസറസ് എന്നാണ്. മരിച്ചവരിൽ നിന്ന് തിരികെ വന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ ലാസർ ആണ് ഇവിടെ സൂചിതം എന്നാണ് കരുതപ്പെടുന്നത്. നോർത്ത് കൊറിയയുടെ പിന്തുണയോടെയാണ് ലാസറസ് പ്രവർത്തിക്കുന്നത് എന്നാണ് FBI-യുടെ അഭിപ്രായം. ഹാക്കർമാരിൽ പ്രധാനി എന്ന് കരുതപ്പെടുന്ന ഒരാളുടെ ഛായാചിത്രം FBI വരച്ചിട്ടുണ്ട് എങ്കിലും അയാളിലേക്ക് എത്തത്തക്ക വിധത്തിലുള്ള യാതൊരു സൂചനകളും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പാർക്ക് ജിൻ ഹ്യോങ്, പാക് ജിൻ ഹെക്ക്, പാക് ക്വാങ് ജിൻ എന്നീ പേരുകളിലെല്ലാമാണ് ഇയാൾ അറിയപ്പെടുന്നത്. പകൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറും രാത്രിയിൽ ഹാക്കറുമായിട്ടാണ് ഇയാളുടെ ജീവിതമെന്നാണ് ആരോപണം. 2014, 2017 വർഷങ്ങളിൽ ഇയാൾക്കെതിരെ US വർഷങ്ങളോളം ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു. എങ്കിലും ചൈനയിൽ നിന്ന് ഇയാൾ നോർത്ത് കൊറിയയിലേക്ക് കടന്നിട്ടുണ്ട് എന്നും ഇപ്പോഴും അയാൾ അവിടെ തന്നെ ആണെന്നുമാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് ബാങ്കുകളെ അധികരിച്ചുകൊണ്ട് 2023 പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്ററിയാണ് $1 ബില്യൺ ഹീസ്റ്റ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഡോക്യുമെന്ററിയെ ചലച്ചിത്ര നിരൂപകർ വിശേഷിപ്പിക്കുന്നത്. ഹാക്കിങ്ങിന്റെ അമൂർത്തവും സാങ്കേതികവുമായ പ്രക്രിയയെ തീരെ ലളിതമായി വിശദീകരിക്കാൻ ഈ ഡോക്യുമെന്ററിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡാനിയൽ ഗോർഡൻ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ. സൈബർ ക്രൈമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമായിട്ടാണ് ബംഗ്ലാദേശ് ബാങ്ക് കൊള്ളയെ കണക്കാക്കി പോരുന്നത്. ടെക്നോളജിയെ കൂട്ടുപിടിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങളിലും ഈ കൊള്ള മുൻപിൽ തന്നെയാണ്. അതോടൊപ്പം ബുദ്ധി കൊണ്ടുള്ള കളിയും ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു. ബുദ്ധിയെ നേർവഴിക്ക് തിരിച്ചുവിടുമ്പോൾ അത് സമൂഹത്തിന് മുഴുവൻ പ്രയോജനപ്രദമാകുന്നു. മറിച്ച് തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ തിന്മകൾക്കും അരാജകത്വങ്ങൾക്കും കാരണമായി മാറുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിൽ നടന്ന ഈ ബാങ്ക് കൊള്ളയും ഇത് തന്നെയാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്.